നമസ്കാരം. നമ്മളിന്ന് നല്ല ടേസ്റ്റുള്ള ഒരു പഴുത്ത മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അതിനൊട്ട് നാട്ടുമാങ്ങ, ചെറിയ മാങ്ങ കിട്ടും, ഒരു 3 എടുക്കുക. നമുക്ക് ഈ മാങ്ങയുടെ സ്കിന്നൊന്ന് പൊളിച്ചെടുക്കാം. ഇതുപോലെ ഊരിയെടുത്താൽ മതി. നാട്ടുമാങ്ങ എന്ന് പറയുന്നത് ചെറിയ ഒരു മാങ്ങയാണ്. നിറയെ നാരുകളുള്ള നല്ല സുഗന്ധമുള്ള നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് നാട്ടുമാങ്ങ. നമുക്ക് മരത്തിലൊന്നും കയറി പറിക്കാൻ പറ്റില്ല. പഴുത്തിട്ടാകുമ്പോൾ തന്നെ താഴെ വീഴും. അപ്പോൾ പെറുക്കിയെടുക്കാനേ പറ്റത്തുള്ളൂ. നമ്മളിതിൻ്റെ സ്കിന്നൊക്കെ പൊളിച്ചെടുത്തു. ഇനി നമുക്കിതൊരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പയിൽ വെച്ചിട്ട് ഒന്ന് പതുക്കെ വേവിച്ചെടുക്കാം. ഇത്തിരി മഞ്ഞൾ പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ചിട്ട് പതുക്കെ വേവിക്കാം. ഇനി നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം ഇവ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. തേങ്ങയുടെ കൂടെ 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കടുകും ഉലുവയും കൂടെ ഒന്ന് താളിച്ചിട്ട് വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടി നമുക്ക് താളിച്ചെടുക്കാം. നമ്മുടെ മാങ്ങാപ്പഴമൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അത് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ ഓഫാക്കാം. പുളി കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് ഇച്ചിരി വെല്ലമോ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിനിപ്പോൾ ആവശ്യത്തിന് മധുരം ആണ് കൂടുതലുള്ളത്, പുളി കുറവാണ്, അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇടുന്നില്ല. നമ്മുടെ അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.